പ്രകൃതിയിലുള്ള വികൃതികൾ മുഴുവൻ ഉണ്ടാക്കുന്ന നമ്മുടെ മനസ്സാണ്. അതിൻ്റെ അറിവില്ലായ്മയും അതിൻ്റെ ഏതൊക്കെയോ കുനിഷ്ടും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഈ പ്രകൃതിയുടെ മുകളിൽ അതിനെ ഓവർലാപ്പ് ചെയ്യും. അതിനാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ആ ചോദിച്ച ചോദ്യത്തിൽ 4-ാം വയസ്സിൽ പറഞ്ഞില്ലേ, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വേൾഡ് ആൻഡ് ദി എർത്ത്? ലോകവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഭൂമി ഉള്ളതാണ്, ലോകം നമ്മളുടെ മനസ്സ് സൃഷ്ടിക്കുന്നതാണ്. നമ്മുടെ മനസ്സിൻ്റെ ലെവൽ മാറുന്ന പോലെ നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഏത് ലോകം വേണമെങ്കിലും നമുക്ക് സൃഷ്ടിക്കാം. അപ്പോൾ ഒന്ന് ആലോചിക്കും, നമ്മുടെ ബെസ്റ്റ് ലോകം ഏതാണ്? ഞാനിപ്പോൾ ജീവിക്കുന്നത് എൻ്റെ ബെസ്റ്റ് ലോകമല്ലേ? അത് വളരെ കോൺഷ്യസ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ടാക്കുന്ന ലോകമാണ്. സ്വയം സൃഷ്ടിക്കുന്നതാണ് അല്ലേ? നമ്മൾ സ്വയം സൃഷ്ടിക്കുകയല്ലേ? നമ്മുടെ മനസ്സിലെ ചിന്തകളും പ്രവൃത്തികളും കൊണ്ട് സൃഷ്ടിക്കുകയല്ലേ നമ്മുടെ ലോകം. ഇപ്പോൾ ഈ ബുക്ക് ഞാൻ എഴുതണമെങ്കിൽ ഞാൻ കുത്തിയിരുന്ന് എഴുതണ്ടേ? എൻ്റെ മനസ്സിനെ അച്ചടക്കത്തോടെ ഇരുന്ന് എഴുതാൻ പ്രേരിപ്പിക്കട്ടെ. എല്ലാവരുടെ ഉള്ളിലൊരു പുസ്തകമുണ്ട്, മേക്ക് ചെയ്യാനുള്ളൊരു സിനിമയുണ്ട്, അവരുടെ ലൈഫ് തന്നെ സിനിമയാക്കാം. എല്ലാവരും പറയും എൻ്റെ ലൈഫൊക്കെ ഒരു സിനിമയാക്കാനുള്ളതുണ്ട്. അന്ന് എന്തുകൊണ്ടാക്കുന്നില്ല? ബിക്കോസ് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നു. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ശരീരത്തിനെ, മനസ്സ് എത്തുന്നിടത്ത് ശരീരത്തിനെ എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇനിയുള്ള നമ്മുടെ ആവശ്യം. പക്ഷെ അത് പ്രാക്ടിക്കലി ഒരിക്കലും പോസിബിൾ ആവുന്ന കാര്യമാണ്. അത് പോസിബിൾ ആണെന്നാണ്. എനിക്കിപ്പോൾ ഒരു മെൻറ്റോറുണ്ട്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ കാര്യങ്ങൾ. ഇതിലെ എല്ലാ വിവരങ്ങളും വിമനോപോസിൽ വരും, അതിൻ്റെ പ്രോഗ്രാംസ് വരും. ഇതിൽ കുറേ റിയൽ ലൈഫ് നമുക്ക് ഇപ്പോൾ പറഞ്ഞ ആ 7 വൈസ് പോലത്തെ ഡീപ്പായിട്ട് നമുക്ക് ആക്ച്വലി ഫിസിക്കലി മാനിപ്പുലേറ്റ് ചെയ്ത് ബോഡീനെ മാനിപ്പുലേറ്റ് ചെയ്ത് മൈൻഡിനെ മാറ്റാൻ പറ്റുന്ന ടെക്നിക്സ് ഒക്കെ വരുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ട് ഞാൻ റിസർച്ചിലും പഠനത്തിലുമാണ്.